നമ്മളിപ്പോൾ കാണുന്നത് ഒരു 3D പ്രിൻ്റഡ് ആയിട്ടുള്ള യന്ത്ര മത്സ്യമാണ്. അതിൻ്റെ പേരാണ് ഗിൽബർട്ട്. അത് യൂണിവേഴ്സിറ്റി ഓഫ് സറിയിലുള്ള എലനോർ മാക്കിൻടോഷ് എന്ന വ്യക്തി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു യന്ത്ര മത്സ്യമാണ്. മത്സ്യം പോലെ ഇരിക്കുന്ന ഈ ഒരു റോബോട്ട് പ്രധാനപ്പെട്ടതായിട്ടും കടലിൽ ഇരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിനെയും പ്ലാസ്റ്റിക് വേസ്റ്റുകളെയും തിന്നുന്ന ഒരു യന്ത്ര മത്സ്യമാണ്. വളരെയധികം മാലിന്യമുള്ള വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇതിനെ വിട്ടുകഴിയുമ്പോൾ അത് ആ പുഴകളും നദികളും കടലുകളും ഒക്കെ വൃത്തിയാക്കിയെടുക്കുന്ന ഒരു റോബോട്ടാണ്. ലോകത്തിൽ നിന്ന് വരെ കേൾക്കാത്തൊരു പരിപാടിയാണ്. ഏതായാലും ഇത് കണ്ടുപിടിച്ച ആളെ നമ്മൾ അനുമോദിക്കണം. കാരണം ബാറ്ററി ഇല്ലാതെ ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ തിന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവും കൂടെ ഇതിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പ്ലാസ്റ്റിക് തിന്നു കഴിയുമ്പോൾ ഒരു ചാർജ് അതിനുള്ളിലേക്ക് വരും. അങ്ങനെ ആ യന്ത്ര മത്സ്യം വീണ്ടും വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കും. അതൊരു അടിപൊളി പരിപാടിയും കൂടിയാണ്. അല്ലാത്ത പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്യണമല്ലോ. അപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും അത് കടലിനകത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പ്ലാസ്റ്റിക് തിന്ന് മൈക്രോ ഓർഗാനിസംസ് തിന്ന് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം അതങ്ങ് തിന്നും. എന്നിട്ട് സ്വയം ചലിക്കാനുള്ള ഒരു ഊർജ്ജം അതിലൂടെ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചവൻ്റെ ബുദ്ധി അപാരമായിട്ടുള്ള ബുദ്ധിയാണ്. സാധാരണ ആരുടെയും മനസ്സിൽ തോന്നാത്തൊരു കാര്യമാണ്.